ഈ 200 രൂപ നോട്ടിന്റെ ബാക്കിലുള്ള ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാഞ്ചി സ്തൂപ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഇതാണ്. ഇത് മധ്യപ്രദേശിലുള്ള ഭോപ്പാലിനടുത്ത് റൈസൺ ജില്ലയിലാണ് ഇതുള്ളത്. സാഞ്ചി ഇത് നമ്മളുടെ അശോക ചക്രവർത്തി 3-ാം നൂറ്റാണ്ടിൽ പണി തീർത്തതാണ്. ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇത് പണി കഴിപ്പിച്ചത്. ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാഞ്ചി ബുദ്ധന്റെ ജീവിതവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടിയും അശോക ചക്രവർത്തിയുടെ സ്നേഹപൂർവമായ സമീപനമാണ് സാഞ്ചിയെ ഒരു ബുദ്ധ കേന്ദ്രമാക്കി മാറ്റിയത്. 1989 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. പണി കഴിപ്പിച്ചത് 3rd സെഞ്ചുറിയിലാണ്. അന്ന് പണി കഴിപ്പിക്കുമ്പോൾ വളരെ ചെറുതായിരുന്നു. അതിനുശേഷം 1-ാം നൂറ്റാണ്ടിൽ ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കി മേനികൂട്ടി. അന്ന് കുറെ കൽമണ്ഡപങ്ങളും കൽപ്രതിമകളും കൽപ്പണികളും എല്ലാം കൂട്ടിച്ചേർത്താണ് അദ്ദേഹം ഇതിനെ മേനികൂട്ടിയത്. അതുകൊണ്ട് തന്നെ കൽത്തൂണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഭംഗിയുള്ള കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അശോക സ്തംഭം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചക്രം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ കൽപ്പണികൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഭാരതത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ കാണുന്ന രീതിയിലുള്ള പല കൊത്തുപണികളും അവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അശോക ചക്രവർത്തിയുടെ ബുദ്ധമതത്തിനോടുള്ള അല്ലെങ്കിൽ ബുദ്ധനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബുദ്ധമതത്തെ സ്നേഹിക്കുന്ന, ബുദ്ധമതത്തിലുള്ളവർ, ബുദ്ധനെ സ്നേഹിക്കുന്നവർ ഇന്ത്യയിലുള്ള ഈ സ്ഥലത്ത് വന്ന് സന്ദർശിച്ചു പോകുന്നത്. 2017 200 രൂപ നോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കുന്ന സമയത്ത് സാഞ്ചി സ്തൂപിന്റെ ഫോട്ടോ ആയിരുന്നു അതിന്റെ ബാക്കിലുണ്ടായിരുന്നത്. അതിനുള്ള കാരണം ഇന്ത്യയുടെ പുരാതന സാംസ്കാരിക ആകൃതിയുടെ പ്രതീകമായിരുന്നു സാഞ്ചി സ്തൂപ്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വേറൊന്നും ചെയ്യാനില്ല. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്.